സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. നമ്മുടെ കയ്യിൽ ബൈബിളുകളുണ്ടോ? തുറന്നു കാണിക്കാമോ? വണ്ടർഫുൾ. അനേകം ആളുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. ചിലരുടെ കയ്യിൽ കാണുന്നില്ല. ശരി, താഴ്ത്തുക. ഈ കാലത്ത് അനേകം ആളുകൾക്കും ബൈബിൾ എന്ന് പറയുന്നത് ഓൾഡ് ഫാഷനായി മാറിയിരിക്കുന്നു. ബൈബിൾ പിടിച്ചുകൊണ്ടുപോയാൽ ആളുകൾ എന്ത് വിചാരിക്കുമെന്ന് പറഞ്ഞ് ലജ്ജിക്കുന്ന ആളുകളായിരിക്കുന്നു. എല്ലാ ക്രിസ്ത്യാനിയുടെ കയ്യിലും ബൈബിൾ ഉണ്ടായിരിക്കണമെന്ന് ഭക്തി സിംഗ് പറയാനിടയായി. DL മൂഡി എന്ന ഭക്തൻ പറഞ്ഞു, ബൈബിൾ നിന്റെ കയ്യിലുണ്ടെങ്കിൽ പാപം നിന്നിൽ നിന്ന് അകന്നിരിക്കുമെന്ന്. ബൈബിൾ നമ്മെ ജീവിപ്പിക്കുന്നതാണ്. ഈ ലോകത്ത് പ്രവചനങ്ങളും അന്യഭാഷകളും അതുപോലെ ഈ ലോകത്തിലുള്ളതായ കൃപയുടെ വരങ്ങൾ എല്ലാം തന്നെ മാറിപ്പോയേക്കാം. എന്നാൽ ദൈവത്തിൻ്റെ വചനം മാത്രം മാറില്ല. അതിൻ്റെ ഒരു വള്ളിക്കോ ഒരു പുള്ളിക്കോ പോലും മാറ്റം ഉണ്ടാവുകയില്ല. അതുകൊണ്ടാണ് വചനത്തിൽ നാം ആശ്രയിക്കണം. മനുഷ്യരുടെ മേൽ, ഉപദേശകന്മാരുടെ മേൽ ആശ്രയിക്കാൻ പാടില്ല. ഇന്ന് പ്രസംഗങ്ങൾ മാറിപ്പോകുന്നു. ദൈവവേല വളരുന്നതിന് അനുസരിച്ച് പ്രസംഗത്തിൻ്റെ രീതികൾ പോലും മാറിപ്പോകുന്നു. ശ്രദ്ധിക്കുക, ദൈവത്തിൻ്റെ വചനത്തെ വിവേചിച്ചറിയുന്ന വ്യക്തികളായിരിക്കണം. ലജ്ജിപ്പിക്കാത്തതായ രീതിയിൽ ഒരു ദൈവദാസൻ തൻ്റെ വേല ചെയ്യണം. വായിൽ വരുന്നതെല്ലാം സംസാരിക്കുന്നത് ദൈവത്തിൻ്റെ വചനമല്ല. ഈ അന്ത്യകാലത്ത് അനേകം ആളുകൾ, വ്യാജ ആത്മാവ് അനേകരുടെ വായിൽ വരുന്നുണ്ട്. പിശാചിൻ്റെ ഉപദേശം വേദപുസ്തകത്തിലെ ഉപദേശവുമായിട്ട് നോക്കുമ്പോൾ വളരെ ചേർന്നതായിട്ട് കാണാം. ഈ പിശാച് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ, ദൈവത്തെ പോലെയാകുവാൻ ശ്രമിച്ചവനാണ്. അതായത് ദൈവത്തോടൊപ്പമാകുവാൻ ശ്രമിച്ചവൻ. അവനൊരു പേരുണ്ട്, ഈ ലോകത്തിൻ്റെ അധികാരിയായവൻ, ലോകത്തെ ദൈവം. ഈ ലോകത്തിലെ അധികാരമുള്ളവൻ ലോകത്തിൻ്റെ അധിപതിയാണ്. സർവ്വലോകത്തെയും ചതിക്കുന്നതായ വഞ്ചകനാണ്. അതുകൊണ്ട് ജാഗ്രതയോടെ ആയിരിക്കണം. പിശാചും വചനമെടുത്തു കാട്ടി നമ്മളോട് സംസാരിക്കാറുണ്ട്. യേശുവിൻ്റെ അടുക്കൽ പോലും ചെന്നിട്ട് വചനമെടുത്ത് കാണിച്ചിട്ട് പറയുകയാണ്, എടുത്തു ചാടുക, നിന്റെ കാൽ കല്ലിനോട് തട്ടിപ്പോകാതെ വണ്ണം അവൻ നിന്നെ കരങ്ങളിൽ കാത്തുകൊള്ളുമല്ലോ എന്ന് വചനമുണ്ടല്ലോ എന്ന്. അതുകൊണ്ട് ജാഗ്രതയോടെ ആയിരിക്കണം. നാം എപ്പോഴും ബൈബിൾ വായിക്കണം, പൂർണ്ണമായിട്ട് വായിക്കണം. കുറച്ച് അവിടെ നിന്നും ഇവിടെ നിന്നും വായിച്ചാൽ, ബൈബിളിലെ ഒരു വാക്ക് എടുത്തുകൊണ്ട് അതിനെ വലിയൊരു സിദ്ധാന്തം അല്ലെങ്കിൽ വലിയൊരു പ്രസംഗമായിട്ട് മാറ്റുവാൻ ചിന്തിച്ചാൽ പിശാചിൻ്റെ ഉപദേശമായിട്ട് മാറും. ബൈബിൾ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു പുസ്തകമാണ്. അധികവുമില്ല, എന്നാൽ കുറവുമില്ല. അതായത് പൂർണ്ണമായിട്ടും ഒരു വശത്തേക്ക് പോകുന്നതല്ല, പൂർണ്ണമായിട്ടും മറുവശത്തേക്കും പോകുന്നില്ല. ബാലൻസ്ഡ് ആയിട്ട് നിൽക്കുന്നു. എന്താകുന്നു? ദൈവത്തിൻ്റെ വചനം വളരെ സന്തുലിതമായതാണ്. എന്നാൽ ഇന്ന് അനേകം ആളുകൾ, ഉപദേശകന്മാരാകട്ടെ ക്രിസ്തീയ വിശ്വാസികളാകട്ടെ, ഒരു എക്സ്ട്രീമിലേക്ക് കടന്നു പോകുന്നു, അല്ലെങ്കിൽ മറ്റൊരു എക്സ്ട്രീമിലേക്ക് കടന്നു പോകുന്നു. ഉദാഹരണത്തിന് സൗഖ്യം സൗഖ്യം സൗഖ്യമെന്ന് പറയുന്നു. ചിലർ പറയുന്നു അങ്ങനെയുള്ള അത്ഭുത കാര്യങ്ങളൊന്നും തന്നെ ഇല്ല എന്ന്. യഥാർത്ഥമായും ഈ അത്ഭുതങ്ങൾ ഉണ്ടോ ഇല്ലയോ? ചിലരാണെങ്കിൽ ഒന്നും മനസ്സിലാകാതെ എന്താണെന്ന് വിചാരിച്ചിരിക്കുന്നു. എന്താണ്? സന്തുലിതമായതാണ്. എവിടെയാണ് സൗഖ്യം ആവശ്യം, അവിടെ സൗഖ്യമുണ്ട്. അത്ഭുതം വേണ്ട സമയത്ത് അത്ഭുതം നടക്കുന്നു. രക്ഷ വേണ്ട സമയത്ത് രക്ഷ നടക്കുന്നു. വിടുതൽ ആവശ്യമായ സമയത്ത് വിടുതൽ ലഭിക്കുന്നു. ഒരു ദിവസം ജോൺ വെസ്ലി എന്ന ഇംഗ്ലണ്ട് രാജ്യത്തിന്റെ അപ്പോസ്തലൻ എന്ന് വിളിക്കപ്പെട്ട ജോൺ വെസ്ലി എന്ന ഭക്തൻ ഒരു പ്രസംഗം ചെയ്തു. ഒരു സഭയിലേക്ക് ക്ഷണിച്ചപ്പോൾ, സർപ്പസന്തതികളെ എന്ന് വിളിച്ചപ്പോൾ വലിയ പാസ്റ്റർ വന്ന് പറഞ്ഞു, ഇരിക്കൂ ദേവദാസ, ഇവിടെ ആരും സർപ്പസന്തതികളില്ല, എല്ലാം ദൈവത്തിന്റെ മക്കളാണെന്ന് പറഞ്ഞു. ഇത് നിങ്ങൾ സെൻട്രൽ ജയിലിൽ ചെന്ന് പറയുക, ജയിലറകളിൽ ചെന്നിട്ട് പറയുക, പാപികളും പ്രതികളുമായി കിടക്കുന്ന ആളുകളുടെ അടുക്കൽ ചെന്ന് പറയുക, എന്താണ് നിങ്ങൾ സഭയിൽ വന്നിട്ട് സർപ്പസന്തതികൾ എന്ന് വിളിക്കുന്നത് എന്ന് പറഞ്ഞ് കോപിച്ചു. അപ്പോൾ ജോൺ വെസ്ലി പറയാനിടയായി, ഒരിക്കലുമല്ല, നിങ്ങൾ ന്യായപ്രമാണം നന്നായിട്ട് പഠിച്ച വ്യക്തികളാണ്. അന്ന് കർത്താവ് പരീശന്മാരെയും ശാസ്ത്രിമാരെയും സർപ്പസന്തതി എന്നാണ് വിളിച്ചത്. എന്താണ്, അവർക്ക് നിഷ്ഠകളില്ലേ? അവർക്ക് ന്യായപ്രമാണം അറിയില്ലേ? അവർ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടതായ ജനമല്ലേ? അവർ ന്യായപ്രമാണം ഉപദേശിക്കുന്നവരല്ലേ? അവരോട് തന്നെയാണ് കർത്താവ് പറയാനിടയായത്, കപട വിശ്വാസികളെ എന്ന്.
നിങ്ങൾ വെള്ളപൂശിയ ശവക്കല്ലറ പോലെയാകുന്നു. അകത്ത് അഴുകിയ അവസ്ഥയാണ്. അന്ധനായ പരീക്ഷ, നീ പാത്രത്തിന്റെ പുറം മാത്രം കഴുകുന്നു, അകം കൂടി കഴുകുക, അപ്പോൾ അകവും പുറവും വൃത്തിയാകാനിടയാകും. ഇന്നുള്ള ക്രിസ്തീയ ഭക്തി പുറമേയുള്ള ആചാരങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നു, പുറമേയുള്ള കാര്യങ്ങളിൽ മാത്രം ഒതുങ്ങുന്നു. ഹൃദയത്തിന്റെ ശുദ്ധിയാണ് ബൈബിളിന്റെ സാരാംശം. ഹൃദയവിശുദ്ധി കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ സാധ്യമല്ല. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ഈ പ്രത്യേകതയെ ഇവർ തിരിച്ചറിയുന്നില്ല. ലോകത്തിലുള്ള മനുഷ്യർക്കും നമുക്കുമുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, നാം പുറമേ നോക്കുമ്പോൾ അവരെ പോലെ തന്നെ ജീവിക്കുന്നു, എന്നാൽ നമ്മുടെ അന്തരംഗത്തിൽ വിശുദ്ധിയുണ്ട്, വിശ്വാസമുണ്ട്, സത്യസന്ധതയുണ്ട്. പാപത്തിന് നമ്മിൽ ഇടം കാണില്ല. വേർതിരിക്കപ്പെട്ടവരായി നാം ജീവിക്കുന്നു. ആ പ്രത്യേകത കൊണ്ട് തന്നെ ദൈവത്തിന്റെ വചനം നാം കേൾക്കുന്നു, ശുദ്ധീകരിക്കപ്പെടുന്നു. അവന്റെ സന്നിധിയിൽ നാം പ്രാർത്ഥിക്കുന്നത് കാരണമായി ഓരോ ദിവസം ചെല്ലുന്തോറും ക്രിസ്തുവിന്റെ സ്വരൂപത്തിലേക്ക് നാം മാറ്റപ്പെടുന്നു. ഈ ശ്രേഷ്ഠതയെക്കുറിച്ച് നാം മനസ്സിലാക്കാതെ കേവലം സൗഖ്യവും കേവലം മെറ്റീരിയലിസ്റ്റിക് ഭൗതികമായ അനുഗ്രഹങ്ങൾക്ക് പിന്നാലെ, ഭൗതികമായ അഭിവൃദ്ധിക്ക് പിന്നാലെ പോയിക്കൊണ്ട് ഇവയ്ക്ക് പ്രാധാന്യം കൊടുത്ത് ഹൃദയശുദ്ധിയില്ലാതെ, നുറുക്കമുള്ള മനസ്സില്ലാതെ, ദൈവത്തിനു വേണ്ടി ജീവിക്കണമെന്നുള്ളതായ ആശ ഇല്ലാത്തവരെ, ആത്മാക്കളെ നേടിയെടുക്കണമെന്നുള്ള ആഗ്രഹമില്ലാതെ, വീണുകിടക്കുന്നവരെ എഴുന്നേൽപ്പിക്കണമെന്നുള്ളതായ ആഗ്രഹം ഈ കാലത്തുള്ള ഉപദേശകന്മാരിൽ പോലും കാണുന്നില്ല. അയ്യോ, എത്ര ദുഃഖകരമാണിത്. ആ വെസ്ലി പറയാനിടയായി, ഞാനൊരു പക്ഷേ സെൻട്രൽ ജനിച്ചെന്ന് പ്രസംഗിച്ചാൽ, ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എന്റെ അടുക്കിലേക്ക് വരിക എന്ന വചനം ഞാൻ പറയുമെന്ന് പറഞ്ഞു. നിരാശയിലുള്ളവരെ, തകർക്കപ്പെട്ടവരെ, പിശാചിന്റെ കരങ്ങളിൽ അകപ്പെട്ട ആളുകളെ നാം ഒരിക്കലും വിധിക്കുവാൻ പാടില്ല, അവരെ തള്ളിക്കളയാൻ പാടില്ല. തകർന്നു കിടക്കുന്നവരെ എഴുന്നേൽപ്പിക്കുവാൻ, പാപികളെ രക്ഷിക്കുവാനാണ് കർത്താവ് കടന്നു വന്നത്. മറക്കരുത്. ദൈവത്തെ അറിഞ്ഞിട്ട്, ദൈവത്തിന്റെ കരങ്ങളാൽ അനുഗ്രഹം പ്രാപിച്ച് എല്ലാ നന്മയും പ്രാപിച്ചതിന് ശേഷം ദൈവത്തെ മറന്നിട്ട് ഹൃദയത്തിൽ അഹങ്കരിക്കുന്നവർക്ക് കഠിനമായ ഉപദേശം ആവശ്യമാണ്. ലോകപ്രകാരമായ അനുഗ്രഹത്തിന് പിന്നാലെ ഓടുന്ന ആളുകൾക്ക്, അതിനുവേണ്ടി മാത്രം കർത്താവിനെ വിശ്വസിക്കുന്നവർക്ക് ഉള്ളതുപോലെ വചനം പ്രസംഗിക്കാതെ അവരെ പ്രോത്സാഹിപ്പിക്കുക എന്നത് വചനപ്രകാരമുള്ളത് അല്ല. നമുക്കൊരു വചനം വായിച്ചുകൊണ്ട് മുൻപോട്ട് പോകാം. ദയവ് ചെയ്ത് നിങ്ങളുടെ ബൈബിൾ എടുക്കുക. എല്ലാ ദിവസവും ബൈബിൾ വായിക്കാൻ മറക്കരുത്. നിങ്ങളുടെ ബൈബിൾ നിങ്ങൾ ധ്യാനിക്കുക. ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെയും എല്ലാ ദിവസവും 3 അധ്യായം വെച്ച്, ഞായറാഴ്ച 5 അധ്യായം വെച്ച് വായിക്കുക. ഒരു വർഷം കൊണ്ട് നിങ്ങൾക്ക് ബൈബിൾ പൂർണ്ണമായിട്ട് വായിച്ചു തീർക്കുവാൻ കഴിയും ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ. യെഹെസ്കേലിന്റെ പുസ്തകം 13 അധ്യായം 19 വാക്യം മുതൽ നമുക്ക് വായിക്കാം. മരിക്കരുതാത്ത ദേഹികളെ കൊല്ലേണ്ടതിനും ജീവിക്കരുതാത്ത ദേഹികളെ ജീവനോടെ രക്ഷിക്കേണ്ടതിനും നിങ്ങൾ ഭോഷ്കു കേൾക്കുന്ന എന്റെ ജനത്തോട് ഭോഷ്ക് പറയുന്നതിനാൽ എന്റെ ജനത്തിന്റെ ഇടയിൽ ഒരു പിടി യവത്തിനും ഒരു അപ്പക്കഷണത്തിനും വേണ്ടി എന്നെ അശുദ്ധമാക്കിയിരിക്കുന്നു. അതുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു: ദേഹികളെ പറവജാതികളെപ്പോലെ വേട്ടയാടുന്ന നിങ്ങളുടെ രക്ഷകൾക്ക് ഞാൻ വിരോധമായിരിക്കുന്നു. ഞാൻ അവയെ നിങ്ങളുടെ ഭുജങ്ങളിൽ നിന്ന് പറിച്ചു കീറി, ദേഹികളെ നിങ്ങൾ പറവജാതികളെപ്പോലെ വേട്ടയാടുന്ന ദേഹികളെ തന്നെ വിടുവിക്കും. നിങ്ങളുടെ മൂടുപടങ്ങളെയും ഞാൻ പറിച്ചു കീറി എന്റെ ജനത്തെ നിങ്ങളുടെ കയ്യിൽ നിന്ന് വിടുവിക്കും. അവർ ഇനി നിങ്ങളുടെ കൈക്കൽ വേട്ടയായിരിക്കയില്ല. ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയും. ഇത് മനസ്സിലാക്കാൻ അല്പം ബുദ്ധിമുട്ടാണ്. ഈ വചനം പ്രസംഗിക്കുവാൻ വേണ്ടി കർത്താവ് എൻ്റെ ഹൃദയത്തിൽ ആലോചന തന്ന സമയത്ത് ഞാൻ ദൈവത്തോട് ചോദിച്ചു, ഇത്രയും വലിയൊരു സഭയിൽ എത്രയോ ആവശ്യങ്ങളാൽ വന്നിരിക്കുന്നതായ ജനത്തിന് ആവശ്യമായത്
ഇതാണോ, ഈ സന്ദേശമാണോ എന്ന് ഞാൻ ചോദിച്ചു. അതുകൊണ്ട് ഇത് മാറ്റുവാൻ വേണ്ടി ഞാൻ ചിന്തിക്കാനിടയായി. ഇപ്പോഴും വേറെ പ്രസംഗം എൻ്റെ കയ്യിലുണ്ട്. എന്നാൽ എന്തുകൊണ്ടോ പരിശുദ്ധാത്മാവ് ഈ വിഷയത്തെ തന്നെ പറയുവാൻ പ്രേരിപ്പിക്കുകയാണ്. ഇവിടെ ഭോഷ്ക് കേൾക്കുന്നതായ എൻ്റെ ജനത്തോട് ഭോഷ്ക് പറയുന്നതിനാൽ ഇവിടെ ഭോഷ്ക് പറയുകയും അതുപോലെ ഭോഷ്ക് കേൾക്കുകയും ചെയ്യുന്ന ജനം, ഭോഷ്ക് കേൾക്കുകയും അതുപോലെ ഭോഷ്ക് പറയുകയും ചെയ്യുന്ന ആളുകൾ, ഭോഷ്ക് പറയുന്നതായ ആളുകൾ ഉണ്ടായിരിക്കുമ്പോൾ, അത് ഭോഷ്കാണെന്ന് അറിയാവുന്നതായ മനുഷ്യർ ഉണ്ടായിരിക്കുമ്പോൾ അതിനെ അംഗീകരിക്കില്ല. എന്നാൽ അന്ത്യകാലത്ത് പിശാച്, ഭോഷ്കിന്റെ അപ്പനായിരിക്കുന്ന പിശാച് ഇങ്ങനെയുള്ള പ്രസംഗ പീഠങ്ങളെ സ്വന്തമാക്കാനിടയാകുന്നു. എന്നെപ്പോലെയുള്ള ഉപദേശകന്മാരെ ഉപയോഗിക്കുന്നതിന് വേണ്ടി പലവിധമായ പ്രയത്നങ്ങൾ ചെയ്യുന്നു. ദൈവവചനം പ്രസംഗിക്കേണ്ടതായ പ്രസംഗകൻ ദൈവത്തിന്റെ മക്കൾ കൂടി വരുന്നതായ സമയത്ത് ദൈവത്തിന്റെ ഉപദേശങ്ങളെ, ആവശ്യമെങ്കിൽ കഠിനമായ ഉപദേശങ്ങളെ പറയേണ്ടതായിട്ട് വരുമ്പോൾ, കഠിനമായ ഉപദേശം പറഞ്ഞാൽ ആരാണ് വരുന്നത്? മധുരമായ വാക്കുകൾ പറഞ്ഞാൽ കൂട്ടം കൂട്ടമായിട്ട് വരും. ദൈവത്തിന്റെ വചനത്തെ വ്യക്തമായിട്ട് ഹൃദയത്തെ തകർക്കുവാൻ കഴിയുന്ന വചനങ്ങളെ, ഹൃദയത്തിന്റെ രഹസ്യങ്ങളെ വെളിപ്പെടുത്തുവാൻ കഴിയുന്ന വചനങ്ങളെ, തങ്ങളുടെ സ്ഥിതിയെ തങ്ങൾ മനസ്സിലാക്കേണ്ടുന്നതായ വിധത്തിൽ ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുന്നതായ സമയത്ത് ഇടുക്കമുള്ള വാതിൽ കൂടി കടക്കുന്നവർ കുറച്ചുപേരേയുള്ളൂ. ഈ കാലത്ത് ക്രിസ്തീയ മീറ്റിങ്ങുകളിലേക്ക് കൂട്ടം കൂട്ടമായിട്ട് ജനം കടന്നു വരുന്നുണ്ട്. എന്തുകൊണ്ടാണ് വരുന്നത്? അവിടെ ആശയം എന്താണ്? എന്തുകൊണ്ട് വരുന്നു എന്ന് പരിശോധിക്കുകയാണെങ്കിൽ സത്യത്തിൽ കടന്നുവരുന്ന എല്ലാവരും ആത്മീയ വളർച്ച പ്രാപിക്കേണ്ടതിന് വേണ്ടിയാണോ വരുന്നത്? വാസ്തവത്തിൽ ഹൃദയശുദ്ധി പ്രാപിക്കണമെന്ന് ആഗ്രഹിച്ചാണോ വരുന്നത്? വാസ്തവത്തിൽ ദൈവരാജ്യത്തിന്റെ അവകാശിയായിട്ട് മാറണമെന്ന് നനച്ചാണോ വരുന്നത്? ഒരു മീറ്റിംഗ് ആരംഭിക്കുന്നതായ സമയത്ത് ഈ ദിവസം എൻ്റെ ദൈവം എന്നോട് എന്താണ് സംസാരിക്കുന്നത്, ദൈവമേ എൻ്റെ ജീവിതത്തെ പണിയാൻ ആവശ്യമായ വചനം എനിക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണോ ഇവർ വരുന്നത്? ആഹാ, ഏതോ മീറ്റിംഗ് ആണെന്ന് പറയുന്നു, ഏതായാലും പോയി നോക്കാം, നല്ല പാട്ടുകളൊക്കെ കേട്ടിട്ട് വരാം എന്ന് പറഞ്ഞ് കൂട്ടമായിട്ട് ദൈവസന്നിധിയിലേക്ക് വരികയാണ്. വരുന്ന ജനത്തോട് വ്യക്തമായ ദൈവത്തിന്റെ വചനം വിളിച്ചു പറഞ്ഞില്ല എങ്കിൽ അയ്യോ എനിക്ക് കഷ്ടം, എന്റെ മുൻപിൽ വന്നിരിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി ഒരു ദിവസം ഞാൻ ദൈവസന്നിധിയിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്ന ഭാരത്തോടുകൂടി, ഭയത്തോടുകൂടി ദൈവം പറയാൻ പറഞ്ഞതായ വാക്കുകൾ നിങ്ങളോട് പറയണം. അന്ത്യകാലത്ത് കള്ളപ്രവാചകന്മാർ എഴുന്നേൽക്കാനിടയാകും. ദുരുപദേശം പറയുന്നവർ, ഭോഷ്ക് സംസാരിക്കുന്നവർ, അവയെ കേൾക്കുന്നതായ മനുഷ്യർ ഒരു പിടി യവത്തിനും ഒരു അപ്പക്കഷണത്തിനും വേണ്ടി ആശിച്ച്, എന്തിനു വേണ്ടിയാണ് ദേവദാസന്മാർ ആശിക്കുന്നത്? ഒരു പിടി യവത്തിനും അപ്പക്കഷണത്തിനും വേണ്ടിയാണ്. അത് പണ്ടുകാലത്താണ്. ഇന്നുള്ള ദേവദാസന്മാർ എത്ര സുഭിക്ഷമായിട്ടാണ് കഴിയുന്നത്. ദേവദാസന്മാരെ കുറ്റം പറയുന്നു എന്ന് നിങ്ങൾ ആരും ചിന്തിക്കേണ്ട. ഞാനും ഒരു ദേവദാസൻ തന്നെയാണ്. ഞാനൊരു സുവിശേഷകനായി, പ്രസംഗകനായിട്ട്, മിഷണറിയായിട്ട്, പരസ്യയോഗം നടത്തുന്ന വ്യക്തിയായിട്ട്, അതിനുശേഷം പാസ്റ്ററായിട്ട്, ഇപ്പോഴാണ് ഞാൻ TV പ്രഭാഷണമൊക്കെ നടത്തുന്നത്. നേരത്തെ അങ്ങനെയല്ലായിരുന്നു. ഞാൻ കുറേ വർഷങ്ങളായിട്ട് പാസ്റ്ററായിട്ട്, ദൈവദാസനായി, സുവിശേഷകനായിട്ട് ഗ്രാമങ്ങളിൽ കാൽനടയായിട്ട് നടന്നുപോയി സുവിശേഷം പ്രചരിപ്പിച്ചു. ഒരുപാട് പ്രദേശങ്ങളിൽ, ഗ്രാമങ്ങളിൽ ചെന്നിട്ട് വീടുകളിലും വഴിയോരങ്ങളിലും ചെന്ന് ദൈവത്തിന്റെ വചനം പ്രസംഗിച്ചു. ആദിവാസികളുടെ മധ്യയിൽ ചെന്നിട്ട് വനത്തിനുള്ളിൽ കൂടി നടന്നുപോയി അവർ താമസിക്കുന്ന ഇടത്ത് ചെന്നിട്ട് സുവിശേഷം പ്രസംഗിക്കുമായിരുന്നു. ദിവസം മുഴുവൻ യാത്ര ചെയ്ത് അവരോട് സുവിശേഷം പറഞ്ഞിരുന്നു. 2004 വർഷം ഏറ്റവും ആദ്യം തേജ TV-യിൽ ദൈവം ഈ വീഡിയോ മിനിസ്ട്രി തന്നിട്ട് സുവിശേഷം പ്രസംഗിക്കാൻ പറഞ്ഞു. അന്ന് ശുഭവാർത്ത ചാനലും അതൊന്നും ഇല്ലായിരുന്നു. അക്കാലത്ത് 35,000 രൂപയാണ് ഒരു പ്രോഗ്രാമിന്. എനിക്കതിനുള്ള സാമ്പത്തിക ശേഷിയില്ലായിരുന്നു. എന്നാൽ ഇപ്പോഴും ആ പ്രോഗ്രാം മുമ്പോട്ട് പോകുന്നുണ്ട് ദൈവത്തിന്റെ കൃപയാൽ. ഞാനിപ്പോഴും ഒരു ചെറിയ ദൈവദാസനാണ്. ഞാൻ ദൈവത്തെ ഭയപ്പെടുന്നു. അവനോട് ഞാൻ കണക്ക് ബോധിപ്പിക്കണം. ഞാൻ പറയുന്ന ഓരോ വാക്കും അവന് പ്രസാദകരമായി തീരണം. അല്പം യവത്തിനു വേണ്ടിയോ ഒരു അപ്പക്കഷണത്തിനു വേണ്ടിയോ അല്ല. എന്താണ് എന്തിനാണ് അനേകം ആളുകൾ TV പ്രഭാഷണങ്ങൾ നടത്തുന്നത്? പണമുണ്ടാക്കാനാണോ?
പ്രോഗ്രാം തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഓൺലൈൻ അക്കൗണ്ട് നമ്പർ ഇതാണ് എന്ന് പറഞ്ഞ് പണം ചോദിക്കാനാണോ? നിങ്ങൾ ഞങ്ങൾക്ക് സ്പോൺസർ ചെയ്താൽ നിങ്ങൾക്ക് എന്തൊക്കെയോ ലഭിക്കുമെന്ന് പറഞ്ഞ് ആശിപ്പിക്കാനാണോ? ഇതിനേക്കാൾ വലിയ ഭോഷ്ക് മറ്റെന്തെങ്കിലുമുണ്ടോ? ദൈവം നിന്റെ പണം കണ്ടിട്ടാണോ നിന്നെ ഇന്ന് അനുഗ്രഹിക്കുന്നത്? പണം കണ്ട് അനുഗ്രഹിക്കുന്ന ദൈവമാണോ അവൻ? അവൻ നിന്റെ ഹൃദയത്തെ അറിയുന്നവനാണ്. നിന്റെ നുറുങ്ങിയ ഹൃദയത്തെ അറിയുന്ന ദൈവമാണവൻ. നീ ദൈവവേലയ്ക്ക് വേണ്ടി കൊടുത്താൽ ദൈവം നിനക്ക് പ്രതിഫലം നൽകും. ഞാനെന്തിനാണ് മധ്യസ്ഥനായിട്ട് നിന്ന് പറയുന്നത്? ഞാനാണോ ദൈവത്തിനും നിങ്ങൾക്കും ഇടയിലുള്ള മധ്യസ്ഥൻ? ദൈവത്തിനും മനുഷ്യർക്കും ഇടയിലുള്ള മധ്യസ്ഥൻ ഒരുവനാണ്. അവനാണ് കർത്താവായ യേശുക്രിസ്തു. ആർ സ്തോത്രകാഴ്ച തന്നാലും തന്നില്ല എങ്കിലും എന്നോട് ശുശ്രൂഷ ചെയ്യുവാൻ പറഞ്ഞതുകൊണ്ട് ഞാൻ ശുശ്രൂഷ ചെയ്യണം. എനിക്ക് ലാഭം കിട്ടിയാൽ ദൈവവേല ചെയ്യാം, ഞാൻ മുടക്കിയത് കിട്ടിയാൽ ദൈവവേല ചെയ്യാം എന്നു പറയുന്നവൻ ദൈവദാസൻ അല്ല. മനസ്സിലാക്കണം. വിശ്വാസത്തോടെ ദൈവവേല ചെയ്യുമ്പോൾ ഒരുപാട് തവണ നിന്ദകളുണ്ടാകാം, അപമാനമുണ്ടാകാം. ഈ അന്ത്യകാലത്ത് ആരാണ് യഥാർത്ഥ ശുശ്രൂഷകൻ, ഏതാണ് യഥാർത്ഥമായ ദൈവവേലയെന്ന് അറിയുവാൻ കഴിയുന്നില്ല. ശ്രദ്ധിക്കുക, പണത്തിനു വേണ്ടി ദൈവവേല ചെയ്യുന്നവൻ ദൈവത്തിന്റെ ദാസനല്ല, അവൻ ധനത്തിന്റെ ദാസനാണ്. നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും സേവിക്കുവാൻ കഴിയില്ല. ദൈവത്തെ സേവിക്കുന്നവൻ പണത്തിന്റെ വിഷയം കണക്കിടില്ല, പണം ആശിക്കില്ല. പണം അതെനിക്ക് വെറുപ്പാണ്, അത് ചപ്പാണ്, അത് മാലിന്യമാണ്, അതിനെ ഞാൻ ആശിക്കുകയില്ല എന്ന് ഇംഗ്ലണ്ടിലെ അപ്പോസ്തലനായ വെസ്ലി പറഞ്ഞു. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ മില്യൺ കണക്കിന് പണത്തെ അദ്ദേഹം സേവയ്ക്ക് വേണ്ടി ഉപയോഗിച്ചു. ധനത്തെ ആശിച്ചില്ല. എന്നാൽ തന്റെ കയ്യിലേക്ക് കോടിക്കണക്കിന് പണം ലഭിച്ചു. വന്നത് അതുപോലെ തന്നെ ദൈവത്തിന് വേണ്ടി ചിലവഴിക്കുകയും ചെയ്തു. എന്റെ ജീവിതത്തിൽ ഞാൻ പഠിച്ച കാര്യം, ഈ കൈ കൊണ്ട് വാങ്ങി ഈ കൈ കൊണ്ട് ദൈവനാമത്തിന് കൊടുക്കുകയാണ്. അത് കയ്യിൽ വെക്കാൻ വേണ്ടിയുള്ളതല്ല, അത് പോക്കറ്റ് വെക്കുവാൻ എനിക്ക് കിട്ടുകയില്ല. ദൈവം നൽകുമ്പോൾ ഞാൻ ചെയ്യും. ദൈവം നിർത്താൻ പറഞ്ഞാൽ ഞാൻ നിർത്തും. അല്ലാതെ ഞാൻ ചോദിച്ചു വാങ്ങേണ്ടതായ കാര്യമില്ല. യവത്തിനു വേണ്ടിയോ അപ്പത്തിനു വേണ്ടിയോ പണത്തിനു വേണ്ടിയോ ദൈവ വേല ചെയ്യുന്നവൻ സേവകൻ അല്ല. ഓർമ്മയിലിരിക്കട്ടെ, നിനക്ക് ആത്മാക്കളെക്കുറിച്ച് കണക്ക് ബോധിപ്പിക്കേണ്ടതായ ഉത്തരവാദിത്തം ഉണ്ട്. ലഭിച്ചിരിക്കുന്ന ആത്മാക്കളെ കാക്കേണ്ടതായ ഉത്തരവാദിത്തം ദൈവദാസന്മാർക്കുണ്ട്. നിന്റെ വിഷയത്തിൽ കർത്താവിനോട് കണക്ക് ബോധിപ്പിക്കേണ്ട കാര്യം ഉള്ളതുകൊണ്ട്, ഒരു പിതാവ് തന്റെ മക്കളെ ശാസിക്കുന്നത് പോലെ ഒരു സഭയുടെ പിതാവായിരിക്കുന്നതായ ദൈവദാസൻ ആ സഭയിലെ മക്കളെ ശാസിക്കണം. ഒരു മാതാവ് തന്റെ മക്കളോട് പറയുന്നത് പോലെ ഒരു ദൈവദാസൻ തന്റെ വചനം കേൾക്കുന്ന വിശ്വാസികളെ, സഭയിലെ തന്റെ വിശ്വാസികളെ ആശ്വസിപ്പിക്കണം. പൗലോസ് പറയുന്നു, ഒരു പിതാവ് ശാസിക്കുന്നത് പോലെ ഞാൻ ശാസിക്കുന്നു, ഒരു മാതാവ് ആശ്വസിപ്പിക്കുന്നത് പോലെ ആശ്വസിപ്പിക്കുന്നു. നിങ്ങൾ നിങ്ങൾക്കുള്ളവരല്ല, ദൈവത്തിനു വേണ്ടിയുള്ളവരാണെന്ന് പറയുന്നു. പലരും എന്നോട് ചോദിക്കാറുണ്ട്, പാസ്റ്റർ നിങ്ങൾ ഏത് ഡിനോമിനേഷന്റെ കീഴിലാണ്, ഏത് ചർച്ചിന്റെ കീഴിലാണ് ഉള്ളത് എന്ന്. എന്താണ്, എന്തുകൊണ്ട് ഈ ഡിനോമിനേഷനും കാര്യങ്ങളുമൊക്കെ ദൈവസഭയിലേക്ക് വന്നു എന്നത് എനിക്കറിയില്ല. എന്നാൽ ചില ദേശത്ത് ജാതികളുടെ ഭ്രാന്താണെങ്കിൽ ഇവിടെ ഡിനോമിനേഷന്റെ ഭ്രാന്തായിരിക്കുന്നു. ഇന്ന് എത്രയോ ആളുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി കലഹിക്കുന്നുണ്ട്, മത്സരം നടത്തുന്നുണ്ട്. സത്യമാണ്, ഞങ്ങളുടെ പിതാവ്, അപ്പന്റെ അപ്പൻ ലൂതറൻ മിഷണറീസ്മാർ വന്നിട്ട് സുവിശേഷം പറഞ്ഞപ്പോൾ അത് കേട്ട് കർത്താവിൽ വിശ്വസിച്ച ആളുകളാണ്. ഞങ്ങളുടെ വല്യമ്മ ബാപ്റ്റിസ്റ്റ് മിഷണറിമാർ വന്നപ്പോൾ അത് കേട്ട് രക്ഷിക്കപ്പെട്ട് വിശ്വാസത്തിൽ വന്നവരാണ്. അങ്ങനെ പറയുന്ന ആളുകളോട് ഞാൻ എപ്പോഴും സംസാരിക്കാറുണ്ട് ഇങ്ങനെ. ഈ കാലത്ത് പല പല സഭകളെയും മറ്റു പല ആളുകളും തള്ളിക്കളയാൻ ശ്രമിക്കാറുണ്ട്. നമ്മൾ അങ്ങനെയൊന്നും അത് വിശ്വസിക്കേണ്ട കാര്യമില്ല. അവർ ഒരുപാട് കഷ്ടത അനുഭവിച്ച് വിശ്വാസത്തിന് വേണ്ടി നിന്ന ആളുകളാണ്. അവരെ മറക്കാൻ പാടില്ല. ഒരുപക്ഷെ ആ സഭയിൽ ഒരു ഉണർവില്ലായിരിക്കാം. ഓരോരോ സഭയിലെ ദൈവദാസന്മാർക്കനുസരിച്ച് ആ സഭയിൽ അത്രമാത്രം വളർച്ച ഉണ്ടായിരിക്കില്ല. എന്നാൽ ഒരു ഡിനോമിനേഷനെ നാം തള്ളിപ്പറയുവാൻ ഒരിക്കലും പാടില്ല. ദൈവം ഓരോരോ സമയത്ത് അതാത് ദൈവദാസന്മാരെ ഉണർത്തിക്കുവാനിടയാകും. ഓരോരോ ദൈവദാസന്മാരെ ഉപയോഗിച്ചുകൊണ്ട് എല്ലാവരുടെയും ആത്മീയ വളർച്ചയ്ക്ക് ഉതകുന്ന രീതിയിലുള്ളതായ അടിസ്ഥാനങ്ങൾ വളർത്താനിടയാകും. എന്നെപ്പോലെയുള്ള സുവിശേഷകർ അങ്ങനെയാണ് വന്നത്. എൻ്റെ പിതാവ് പറയുമായിരുന്നു, എടാ, നമ്മുടെ ദേശത്ത് സുവിശേഷം വന്നില്ലായിരുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നാം എത്രത്തോളം നാശകരമായ പാപം നിറഞ്ഞതായ സ്ഥിതിയിലേക്ക് വീണുപോകുമായിരുന്നു. ഒരുപക്ഷെ ഈ സുവിശേഷം കേട്ടില്ലായിരുന്നുവെങ്കിൽ എൻ്റെ ജീവിതം തന്നെ മാറിപ്പോകുമായിരുന്നു. എൻ്റെ പേരെന്തോ ആകുമായിരുന്നു. എൻ്റെ ജീവിതത്തിൽ ഉള്ളതായ സമ്പത്ത് കണ്ട് അഹങ്കാരത്തോടുകൂടി ഞാൻ ജീവിച്ച് താഴ്ന്ന സ്ഥിതിയിൽ ആകുമായിരുന്നു. എന്നാൽ ഈ സുവിശേഷം കാരണമായിട്ട്, സത്യവാനായ ദൈവത്തെ ഞാൻ അറിഞ്ഞത് കാരണമായി, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപേ എന്നെ തിരഞ്ഞെടുത്ത കർത്താവ്, എൻ്റെ ജീവിതത്തിൽ 18-ാമത്തെ വയസ്സിൽ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഞാൻ സമർപ്പിക്കാനിടയായി.
ഈ ദിവസം വരെയും പിന്മാറിപ്പോകാതെ, അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി മുൻപോട്ട് പോവുകയാണ്. അന്ത്യം വരെയും അങ്ങനെ തന്നെ പോകണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നു. ദയവ് ചെയ്ത് തലകളെ വണക്കുക, പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് അത്ഭുതകരമായ ഒരു കാര്യം നിന്റെ ജീവിതത്തിൽ ചെയ്യുന്നതിന് വേണ്ടി ആശിക്കുന്നതായ ഒരു സമയമാണിത്. നീ ദൈവ പൈതലാണെന്ന് എത്രയോ കാലമായിട്ട് നീ പറയുന്നു. കർത്താവിൽ വിശ്വസിക്കുന്നുവെന്ന് നീ ഒരുപാട് കാലമായിട്ട് പറയുന്നു. എന്നാൽ നിന്റെ ദുഃഖം ഇനിയും മാറിയിട്ടില്ല, നിന്റെ കഷ്ടത ഇനിയും മാറിയിട്ടില്ല, നിന്റെ ജീവിതത്തിൽ സമാധാനം കിട്ടുന്നില്ല. കാരണമെന്താണ്? നിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ നേരെയാണോ? നിന്റെ മനസ്സ് ദൈവസന്നിധിയിൽ നീതിയോടെയാണോ? ഒരു നിമിഷം കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്നെപ്പോലെ തന്നെ ജീവിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിന്നെപ്പോലെ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നു. യഥാർത്ഥ ക്രിസ്ത്യാനിയായി, വിശ്വാസിയായിട്ട് ജീവിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കർത്താവേ, എന്നെ സഹായിക്കണമേ. കർത്താവേ, ഈ അന്ത്യകാലത്ത് മോശകരമായ നാമമാത്രമായ ഭക്തി, ആചാരമായിരിക്കുന്നതായ ഭക്തി, പുറമേയുള്ള വിശ്വാസത്തിൽ മാത്രം സന്തോഷിക്കുന്ന ഈ സമയത്ത് ഞാനൊരു യഥാർത്ഥ ക്രിസ്ത്യാനിയായിട്ട്, യേശുവിന്റെ മകനായിട്ട്, ദൈവഭക്തിയുള്ള വ്യക്തിയായിട്ട് എന്റെ പ്രവൃത്തികളിൽ കൂടി യേശുക്രിസ്തുവിനെ കാണിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. എന്നെ സഹായിക്കുമാറാകണമേ എന്റെ കർത്താവേ എന്ന് പറയുന്നവർ കരങ്ങൾ ഉയർത്തി കർത്താവിനോട് പ്രാർത്ഥിക്കുക. നമുക്ക് പ്രാർത്ഥിച്ച ദിവസസന്നിധിയിൽ അനുഗ്രഹങ്ങളെ പ്രാപിക്കാം. പ്രാർത്ഥന. കർത്താവേ, നിന്റെ എല്ലാ മക്കളെയും നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു തരികയാണ്. അവരുടെ ഭാരങ്ങൾ എന്തൊക്കെയാണ്? അവരുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ്? അവരുടെ സാഹചര്യം എന്താണെന്ന് നന്നായിട്ട് അറിയുന്നതായ കർത്താവേ, ഈ സമയം നിന്റെ രക്തത്തെ ഒഴുക്കിക്കൊണ്ട് ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. ഇന്നു മുതൽ ഞാൻ യേശുവിന്റെ മകനായിട്ട് ജീവിക്കും, അവന്റെ സാക്ഷിയായിട്ട് ജീവിക്കും, എന്റെ ജീവിതത്തിൽ കൂടി അവന്റെ നാമത്തെ മഹത്വപ്പെടുത്തും എന്ന തീരുമാനത്തോടുകൂടി ഇവിടെ നിന്ന് കടന്നു പോകാൻ എല്ലാവരെയും സഹായിക്കണമേ. നീ തിരഞ്ഞെടുത്തവരെ, നീ ആകർഷിക്കുന്നവരെ, നീ വിളിച്ചവരെ നിന്റെ സന്നിധിയിലേക്ക് കൂട്ടിവരുത്തിയതിനായിട്ട് നന്ദി കരയറ്റുകയാണ് കർത്താവേ. അന്ത്യകാലത്ത് വ്യാജ ഉപദേശങ്ങൾ കേട്ട് ചതിക്കപ്പെടുന്നവരല്ലാതെ യഥാർത്ഥമായ സത്യമായ ദൈവത്തിന്റെ വചനം കേട്ട് വിശ്വസിച്ച് മുൻപോട്ട് പോകാൻ സഹായിക്കണമേ. ഞങ്ങൾക്ക് എല്ലാവർക്കും അതിന്റെ കൃപ നൽകണമേ. നീയാകുന്നു ഞങ്ങളുടെ സങ്കേതം, നീയാകുന്നു ഞങ്ങളുടെ കോട്ട, നീ ഞങ്ങളുടെ ആശ്രയമാകുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ നീ ഉണ്ടായാൽ മതി എന്ന തീരുമാനത്തോടെ ഇവിടെ നിന്ന് കടന്നു പോകാൻ സഹായിക്കണമേ എന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. നമ്മുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും നാം ഓരോരുത്തരോടും പ്രാർത്ഥിച്ച സകല വിഷയങ്ങളോടും ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. യേശുവേ, 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 യേശുവേ. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. യേശുവേ, 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 യേശുവേ.